ഹലോ, അപ്പം നമുക്കിന്ന് എയർപോർട്ട് വരെ ഒന്ന് പോയാലോ? ഞാനാണെങ്കിൽ എൻ്റെ കുഞ്ഞിലെങ്ങാണ്ട് പോയതാട്ടോ എയർപോർട്ടിൽ. 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴെങ്ങാണ്ടാണ് ഞാൻ ലാസ്റ്റ് എയർപോർട്ടിൽ പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ ചേച്ചി പോവുക, അങ്ങനെ ചേച്ചിയെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുക. അങ്ങനെ ലുലു മോൾ കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. എവിടെയും കയറിയൊന്നുമില്ല കേട്ടോ. കറക്റ്റ് സമയത്തിന് 5 മണിക്ക് ഇറങ്ങി ഒരു 7 മണിയായപ്പോൾ എത്തി. 10 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. ഞങ്ങൾ കാറിലാണ് പോയത്. അപ്പോൾ വലിയ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു, ചെറിയ ചെറിയ തിരക്കുകളെ ഉള്ളായിരുന്നു. അതുകൊണ്ട് തോനെ താമസിച്ചൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ചേച്ചി അങ്ങനെ അകത്ത് കയറിപ്പോയി ഓക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വന്നത്. പോന്നു, ടാറ്റയൊക്കെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഓക്കെ ആണെന്ന് പറയുന്ന എല്ലാം റെഡി ആവണമല്ലോ, കഴിയുന്നത് വരെ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തു. ഇപ്പോൾ കാണാം അവിടെ ഈ ചെടി ഉണ്ടല്ലോ, ഈ ചെടി ഞാൻ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് പോയതേ ഉള്ളൂ. അപ്പോൾ ഈ ഓരോന്ന് ആ ഷേപ്പിൽ വെട്ടി വെച്ചേക്കുന്നത് ഞാൻ പിന്നെ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് കുറച്ച് നടന്നു കേട്ടോ. നടന്ന് വന്നപ്പോൾ കാണാൻ ഒരു പട്ടി അവിടെ കിടക്കുന്നുണ്ട്. അതാണെങ്കിൽ ഒരു അരമണിക്കൂറായിട്ട് അങ്ങനെ കിടക്കുക, അനങ്ങുന്ന പോലുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് തിരിച്ച് ഷോക്ക് കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ ബാക്കിലിരുന്ന് ഉറങ്ങി. എനിക്കാണെങ്കിൽ കാറിൽ കയറുമ്പോൾ ഛർദ്ദിക്കാൻ വരും. അങ്ങനെ ഞാൻ ബാക്കിലിരുന്ന് ഉറങ്ങി. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എന്തായാലും എൻ്റെ കാര്യത്തിൽ തീരുമാനം, ഞാൻ ഛർദ്ദിച്ചു. അങ്ങനെ ഞാൻ ആകെപ്പാട് അസ്വസ്ഥയായിട്ട് ഇരിക്കുമ്പോഴാണ് അതാട്ടോ ഞാൻ ഒരുമാതിരി ഇരിക്കുന്നത്. നമുക്ക് കാറിലിരുന്ന് വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ വരുമ്പോൾ ഒരുമാതിരി ആവത്തില്ലേ, ആ ഒരവസ്ഥയിലായിരുന്നു ഞാനപ്പോൾ. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ ഓക്കെ, ബായ്.